സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ട്രാവൻകൂർ സിമന്റ്സിന്റെ നീക്കം ഫലം കണ്ടില്ല. കാക്കനാട്ടെ സ്ഥലം വിറ്റെങ്കിലും പ്രതീക്ഷിച്ച വില കിട്ടാത്തതാണ് തിരിച്ചടിയായത്. വിരമിച്ച തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളടക്കം നൽകാൻ 30 കോടി രൂപയെങ്കിലും ആവശ്യമാണ്. സ്ഥലം വിറ്റ് കിട്ടിയതാകട്ടെ 23 കോടി രൂപ മാത്രം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനിയിലെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളടക്കം മുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് കാക്കനാട്ടെ സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. എന്നാൽ 3 തവണ ആഗോള ടെൻഡർ വിളിച്ചെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാൻ ആരും വന്നില്ല. തുടർന്നാണ് വീണ്ടും ടെൻഡർ വിളിച്ചത്. ഇതിലേക്ക് ലഭിച്ചതാകട്ടെ ഒരേയൊരു ടെൻഡർ. ന്യായവിലയേക്കാൾ 1 രൂപ മാത്രമാണ് ഈ സ്വകാര്യ കമ്പനി കോട്ട് ചെയ്തതും. വ്യവസ്ഥയനുസരിച്ച് ന്യായവിലയിൽ നിന്ന് 1 രൂപയെങ്കിലും കൂടുതൽ കോട്ട് ചെയ്താൽ ടെൻഡർ സാധുവാണ്. ഇതോടെ ഇവർക്കായി ടെൻഡർ ഉറപ്പിക്കാൻ ട്രാവൻകൂർ സിമന്റ്സ് യോഗം തീരുമാനിക്കുകയായിരുന്നു. അടിയന്തരമായി ഡയറക്ടർ ബോർഡ് ഒന്ന് കൂടുകയും സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ ടെൻഡർ തുറന്ന് നമ്മൾ ആ സിംഗിൾ ഓണറെ കണ്ടെത്തുകയും നിയമാനുസൃതമായിട്ട് അദ്ദേഹത്തിന് ഇത് ലഭിക്കത്തക്ക വിധമുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് അനുമതിയോടുകൂടി എടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് ന്യായവില 21.72 കോടി രൂപയാണ്. ഇതിനേക്കാൾ 1 രൂപ മാത്രമാണ് അധികം ലഭിക്കുക. 40 കോടി രൂപയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥലം വിൽക്കാൻ ട്രാവൻകൂർ സിമന്റ്സ് മുന്നിട്ടിറങ്ങിയത്. സ്ഥലത്തിന്റെ പാട്ടത്തുക, വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിന്റെ കുടിശ്ശിക എന്നിവയടക്കം 30 കോടിയോളം രൂപ കമ്പനിക്ക് നിലവിൽ ബാധ്യതയുണ്ട്. 24 കോട്ടയം.